ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ വാഴയ്ക്കൊക്കെ മണ്ണടുപ്പിക്കുകയാണ്. നമ്മൾ അപ്പച്ചിയാണ് മണ്ണടുപ്പിക്കുന്നത്. എന്താ ഗായ്സ്? നമുക്ക് വാഴയ്ക്കൊക്കെ മണ്ണടുപ്പിക്കുക. ഉണക്കല്ലേ ഇനി അങ്ങോട്ട്? അതെ അതെ, മഴയില്ലല്ലേ, പ്രത്യേക കാലാവസ്ഥയല്ലേ. ഗായ്സ്, ഇപ്പോൾ ഭയങ്കര ഉണക്കും വെയിലൊക്കെയാണ്. വാഴയ്ക്ക് മണ്ണ് ഡിസംബർ ആയെങ്കിൽ രാത്രി ഒരു തണുപ്പേ ഉള്ളല്ലേ. ചേനയാണോ? നമ്മൾ എല്ലാ വാഴയ്ക്കും മണ്ണൊക്കെ അടുപ്പിച്ചിട്ട് അതിന് തണു കിട്ടും അല്ലേ അപ്പച്ചി? തണു കിട്ടും. നല്ല പൊത കിട്ടും. ഇനി ഏതിനാ? ഈ വാഴയ്ക്കോ? ഈ മണ്ണടുപ്പിച്ചിട്ടാലുള്ള ഗുണം എന്താ അപ്പച്ചി? പിന്നെ വാഴ നല്ല മണ്ണോടെ നിന്ന് നല്ല കൊല വീഴും. അല്ലെങ്കിൽ വാഴയ്ക്ക് ഉണക്കടിക്കും. വാഴ കേടായി പോകും. ഇങ്ങനെ മണ്ണിട്ടാലുള്ള ഗുണം വാഴയ്ക്ക് നല്ല തണുവും അതൊക്കെ കിട്ടും, നല്ല കൊലയൊക്കെ കിട്ടും. അത് കാരണം വാഴ നല്ല ഇതുള്ള വാഴയാവും അല്ലേ അപ്പച്ചി? നല്ല വാഴയാവും. കോഴിയിലിട്ടേക്കാൻ നമ്മൾ അപ്പുറത്ത് പോയി അപ്പുറത്തോ? മണ്ണടുപ്പിച്ചത്. ഇത് മണ്ണടുപ്പിച്ചല്ലേ. ഐസ് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അപ്പച്ചി കുറേയൊക്കെ മണ്ണടുപ്പിച്ചായിരുന്നു അല്ലേ അപ്പച്ചി? മണ്ണടുപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പയറ്, പാവല്, വിത്തുകളൊക്കെ നട്ടേക്കുക. അപ്പച്ചി പറയുന്നത് ഇവിടെയൊക്കെ പയറ് അതൊക്കെ നട്ടേക്കുവാണ്. പാവിയിട്ടുണ്ട് ഇങ്ങനെ. കിളിച്ച് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ എടുക്കും ഗൈസ്. അപ്പച്ചി കുന്താലി എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ വരും. കുന്താലി എടുത്തിട്ടുണ്ട്. ഇനി എന്താ അപ്പച്ചി? എന്താ? ഗൈസ്, കുഴിയെടുത്ത് ഇവിടെ വാഴയൊക്കെ നട്ടതാണ് അപ്പച്ചി. അന്ന് എനിക്ക് സ്കൂളുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ അതിനും വീഡിയോ എടുക്കാൻ. ഇവിടെ എന്താ ഇനി അപ്പച്ചി? ഇവിടെ എന്താ? ഗൈസ്, ഇനി ഇവിടെ ചീനിക്കമ്പ് നടാൻ വേണ്ടി തടം എടുക്കുന്നല്ലേ? തടം എടുക്കുകയാണ്. ഇങ്ങനെ വേണ്ട, അതുപോലെ ചീനിക്കമ്പ് വേണ്ട, ഇതുപോലെ വേണ്ട. ഇതെല്ലാം അപ്പച്ചി തന്നെ നട്ടതാ. ഇന്നലത്തെ മെനന്നാന്നിട്ട് നമ്മൾ വീഡിയോയിൽ അപ്പുറത്ത് കുറേ ചീനി കാണിച്ചില്ലേ? അതും അപ്പച്ചി നട്ടത്, ഇതും അപ്പച്ചി നട്ടതാണ്. ഗൈസ്, ഇത് കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഗൈസ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്കാരും ലൈക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഗൈസ്. നമുക്കിപ്പോൾ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല, വ്യൂസൊന്നും കിട്ടുന്നില്ല.
എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്യണം. ഇതുപോലെ നമ്മൾ അപ്പച്ചി എല്ലാം നട്ടതും അപ്പച്ചിയാണ് അല്ലേ? കാര്യമില്ലല്ലോ. ഗൈസ് ഇനി ഈ ഫാമിങ്ങിൻ്റെയും ഈ പൂച്ച, മുയൽ, കോഴികൾ അങ്ങനെ വളർത്തുന്നതിൻ്റെ എന്തെങ്കിലും ടിപ്സും അങ്ങനത്തെ ഉപകാരമാവുന്ന കാര്യങ്ങളും വല്ലതും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് അത് അറിയിച്ചാൽ മതി, നമ്മളത് പറഞ്ഞു തരും അല്ലേ അപ്പച്ചി? അതിനെന്തൊക്കെ മരുന്ന് കൊടുക്കണം എല്ലാം നമ്മൾ പറഞ്ഞു തരും. നമ്മളപ്പച്ചി ഒരു തടം ഇതാക്കി അല്ലേ? ഇനി ഇത് ചീനി വെക്കും. നമ്മളിവിടെ തടം ഇതാക്കി ഇതിന് ഇനി ചീനി ഇതെല്ലാം അപ്പച്ചി നമ്മൾ ഇതുപോലെ ചെത്തിയതാണ്. ഞാനും അപ്പച്ചിയും കൂടെ. ഞാൻ ചെയ്യണോ അപ്പച്ചി? ഞാൻ ചെയ്യും. നമ്മളിവിടെയൊക്കെ ഉള്ള പോച്ചയത്താണ്. ഇത് ചെത്തിയിട്ട് ഇനി നമ്മൾ പുതിയ തടം എടുത്തിട്ട് നമ്മൾ ഇനി ചീനി കമ്പൊക്കെ വെച്ച് നടും. മരക്കമ്പ് വെച്ച് നടും ഗൈസ്. പോച്ച ചെത്തിയാലേ അതാണ്. പാവമായതുകൊണ്ട് നമുക്ക് ലൈക്ക് ചെയ്യാതിരിക്കല്ലോ. അപ്പച്ചി പറയുന്നത് നമ്മൾ പാവമായതുകൊണ്ട് നമുക്ക് ആരെ ലൈക്ക് ചെയ്യാതിരിക്കില്ലെന്നാണ്. നമുക്ക് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവരും മാക്സിമം കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയറൊക്കെ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പച്ചിക്ക് ആരുമില്ലല്ലോ, അപ്പച്ചി ഒറ്റയ്ക്കല്ലേ കഷ്ടപ്പെടുന്നതല്ലേ. അപ്പച്ചിക്ക് മാമയില്ല, അപ്പച്ചി ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നത്. നമ്മളെ ഈ ഒരു വ്ളോഗിനെ എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മൾ ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. കണ്ടായ്സ് വാഴ കൊലച്ചിക്കുന്നുണ്ടായസ്. ഇത് അപ്പച്ചേനെ നട്ടതാണ്. ഇതിപ്പോൾ കൊലയ്ക്കാറായി, കൊലച്ച് നിൽക്കുകയാണ്. ഇത് ഏത് പഴം അപ്പച്ചി? ഇത് ഏത്തക്കപ്പഴം. കട്ടി കറക്കി കേട്ടോ. ഉണക്കായോണ്ട് ഭയങ്കര കട്ടിയല്ലേ. വീഡിയോയ്ക്ക് അതിൻ്റെതായ പോരായ്മകളൊക്കെ കാണും. നമ്മൾ കുറഞ്ഞ ഡിവൈസാണ്, മാത്രമല്ല നമ്മൾ യൂട്യൂബ് തുടക്കക്കാരാണ്. ഇതെല്ലാവരും നിങ്ങളൊന്ന് തെറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇത്ര നമ്മൾ ഒരു പുരയിടമാണ്. അതൊക്കെ നമ്മൾ ആരെയും നിർത്തിയല്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കൃഷി ചെയ്യുന്നല്ലേ. ഒറ്റയ്ക്കാണ്. അപ്പച്ചി ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നു. അപ്പച്ചിക്ക് വേറെ ആരും ഇല്ലല്ലോ. അതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ചെയ്യുന്നത്. ഭയങ്കര ശല്യമാണ് പന്നി.
ഐസ് നമ്മളിതിപ്പോൾ എത്ര ഇപ്പം ഈ മരക്കമ്പ് വെച്ചാലും ഇതൊരു പരിവാകുമ്പോൾ പന്നി വന്ന് കിളച്ച് ഇട്ടിട്ട് അങ്ങ് പോകും ഗൈസ്. ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മളിത് വെട്ടുന്ന നമുക്ക് 1 2 കിട്ടിയാൽ അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല ഗൈസ്. പക്ഷെ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. വിഷം അടിച്ച് വരുന്ന ചീനിയെ അങ്ങനത്തെയൊക്കെ കാട്ടി നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. പക്ഷെ ഒന്നും കിട്ടത്തില്ല, എല്ലാം പന്നി കൊണ്ട് പോകും. ഇതാണ് ഗൈസ്. സാധനവും കിട്ടത്തില്ല. നമ്മൾ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാം ചീനിക്കമ്പ് അത്രയും പന്നി മറിച്ച് ചേമ്പെല്ലാം തോണ്ടി തിന്നു കളഞ്ഞു പന്നി. ഐസ് അപ്പച്ചി പറഞ്ഞ കേട്ടോ, അപ്പുറത്ത് നമ്മളിപ്പം അവിടെ നിന്നാണ് വന്നത്. അവിടെ എല്ലാ ചേമ്പും ചീനിയും മൊത്തം പന്നി കിളച്ച് അത് ഇതാക്കി. ഐസ് നമ്മൾ പന്നിയെ കൊണ്ട് വലിയ ശല്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഐസ്. നെറ്റടിക്കാനോ അങ്ങനത്തെ ഒന്നും നമുക്ക് പൈസ ഒന്നും ഇല്ല ഗൈസ. അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. നമുക്ക് പറ്റുന്നതെല്ലാം നമ്മളെ കൃഷി ഫാമിലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ അപ്പച്ചി? എല്ലാം ചെയ്യുന്നു, പക്ഷെ എല്ലാം പന്നി കൊണ്ട് പോവാ. ഇവിടെ പന്നി ശല്യം ഇല്ലായിരുന്നല്ലേ, പക്ഷെ ഇപ്പം ഭയങ്കര ശല്യമാണ്. പട്ടി ശല്യമാണ്. ഇപ്പം പന്നിയും പട്ടിയും രണ്ടും ശല്യമാണ്. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നമുക്ക് ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞല്ലോ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നെന്ന്. ഐസ് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഐസ് പനിയും കാലുവേദനയും അതൊക്കെ ആയിരുന്നു ഗൈസ്. മുട്ടുവേദന അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളപ്പച്ചയ്ക്ക്. പിന്നെ എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മളിത് ചെയ്യുന്ന നമുക്ക് ഇത് മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും പിന്നെ നമുക്ക് ഇത് ചെയ്യിപ്പിക്കാൻ അതാണ് ഈ ജോലിക്കാരെ നിർത്താനും നമുക്ക് പൈസ ഇല്ലാത്ത. നമുക്ക് നല്ല ഇത് വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? ഞാൻ കളച്ചതാണ് ഗൈസ്. ഇച്ചിരി സമയം കൊണ്ട് ഇച്ചിരി പോച്ചയൊക്കെ ചെത്തി. ഗൈസ് ഭയങ്കര കാട് ഇവിടെ. കട്ടി കൂടിപ്പോത്താറ മഴയില്ല. പക്ഷെ നല്ല മണ്ണല്ലേ? നല്ല മണ്ണ. അത് അപ്പുറത്ത് കുറച്ച് രാവിലെ മരക്കമ്പ് നട്ട് കിളച്ച്. നമ്മൾ 3 തടം വെട്ടി. അപ്പുറത്തും കുറേ വെട്ടി ഇന്ന് രാവിലെ അപ്പച്ചി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. പോരായ്മകളെല്ലാം കാണും, പക്ഷെ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് തരണം ഗൈസ്. നമുക്ക് ഇത് നമ്മൾ തുടക്കക്കാരാണ് യൂട്യൂബിൻ്റെ. അതൊക്കെ നമ്മൾ ക്ഷമിച്ച് തരണം. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ നോക്കാം. നമ്മൾ ഫുഡിൻ്റെ ഇതിന് മാത്രമല്ല, നമ്മൾ ഫുഡിൻ്റെ എല്ലാവരും വ്ളോഗ് പോലെ എല്ലാം ഇടാം, ഫുഡിനെ കുറിച്ച് അങ്ങനെയല്ല. പക്ഷേ ഗൈസ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം. നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യണം, SY വ്ളോഗ്സ് എന്നാണ്. ഇതൊക്കെ നമ്മൾ അപ്പച്ചി കിളച്ചതാണ്. ഇതെന്താ അപ്പച്ചി? വാഴക്കന്ന് വെച്ചതാണ്. ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് ഐസ്. അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുക. ഇത് ചേമ്പല്ലേ അപ്പച്ചി? ചേമ്പാണ്. എല്ലാം പന്നി മറിച്ചിട്ട് ഐസ് എങ്കിലും നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.